ഹായ് ഗൈസ് അപ്പോൾ വാവച്ചി എന്തായാലും പ്രഗ്നന്റ് ആണല്ലോ. അപ്പോൾ വീട്ടുകാർക്കൊന്നും അറിയില്ല കേട്ടല്ലേ വാവേ. അതായത് അമ്മയാണെന്നുണ്ടെങ്കിലേ വാവച്ചിൻ്റെ അടുത്ത് എല്ലാ മാസവും ഏകദേശം കുറെ മുമ്പ് തൊട്ടല്ലോ എല്ലാ മന്തും പീരിയഡ്സ് ആയോന്ന് ചോദിക്കുക. അതായത് പ്രഗ്നന്റ് ആണോ എന്നുള്ളൊരിത് കൊണ്ടല്ല, അതായത് നോർമൽ ഉണ്ടാവുമല്ലോ. അല്ലെ മുമ്പും അങ്ങനെ തന്നെ ഞാനും കണ്ടിട്ടുണ്ട് അമ്മ ചോദിക്കണൊക്കെ. അപ്പോൾ അങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ മന്തും അതുപോലെ വായിച്ചെടുത്ത് ആയോന്ന് ചോദിച്ചപ്പോൾ വായിച്ച് ആയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വായിച്ചിൻ്റെ 2 ദിവസമൊക്കെ ഡിലേ ആവുന്നത് കൊണ്ട് തന്നെ അമ്മ കാര്യമാക്കേണ്ട വിട്ടു. പിന്നെ 2 ദിവസം 3 ദിവസം 4 ദിവസമൊക്കെ ആയപ്പോൾ അമ്മയ്ക്കൊരു ചെറിയൊരു ഇത്. അപ്പോൾ അമ്മ അങ്ങനെ ആയില്ലേ കൊണ്ട് വായിച്ചു ചോദിച്ചു. അപ്പോൾ വായിച്ചു പറഞ്ഞാൽ ആവും പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഈ സംഭവം നോക്കണത് പിടിക്കുന്നത് ഒന്നും അവർക്ക് ആർക്കും അറിയില്ല അല്ലേ. പിന്നെ എന്താണ് ഞാൻ എപ്പോഴാണ് ഇന്നലെ ഞാൻ വാവച്ചിന്റെ അടുത്ത് പറഞ്ഞു, വാവച്ചി വീട്ടിൽ പറയും അമ്മയുടെ അടുത്ത് പറയും പീരിയഡ്സ് ആയി എന്ന് പറയാന്ന് പറഞ്ഞു അല്ലേ. അത് കൺഫേം ആയതിനു ശേഷം ആയി എന്ന് പറഞ്ഞു. കാരണം അവർക്ക് എന്താണെന്നുള്ളൊരു ഇത് തോന്നാൻ പാടില്ലല്ലോ, പ്രഗ്നന്റ് ആണെന്നുള്ളൊരിത് എന്താണ് അവർക്ക് തോന്നാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വാവച്ചിയുടെ പറയുകൊണ്ട് വാവച്ചി വിളിച്ച് അമ്മയുടെ അടുത്ത് പറഞ്ഞല്ലോ. നേരിട്ട് അല്ലല്ല, അത് ഞങ്ങൾ അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോ അമ്മ വാവച്ചിട്ട് ചോദിച്ചു. അപ്പൊ വാവച്ചില്ലേ വാവച്ചി നാണം വന്നിട്ട് അത് ഞാൻ ബൈക്ക് എടുക്കാൻ പോയിക്കുന്നത്. അപ്പൊ ഞാൻ കാണുന്നുണ്ട്. അപ്പൊ അമ്മ ചോദിച്ചത് വാവച്ചി നേരെ അമ്മന്റെ ബാക്കിൽ കൊളിഞ്ഞു പോയിട്ട് ആയി എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷെ അമ്മ അത് വിശ്വസിച്ചു. പീരിയഡ്സ് ആയി അപ്പൊ എപ്പോ ചോദിച്ചു രാത്രി വയറൊക്കെ വേദനിച്ചിട്ട് കിടക്കായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതെ ഞാൻ ആയിട്ടില്ല ഇരിക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്തായാലും ഞങ്ങൾക്കും അതെന്താന്നുള്ളത് അറിയില്ല. അപ്പൊ ഞങ്ങൾ കൺഫേം ആയിട്ട് പറയണ സമയത്ത് അവർക്ക് എങ്ങനെയായിരിക്കും അവർക്കൊരു സർപ്രൈസ് കൊടുക്കാന്നുള്ളൊരു ബേസിലാണ്. സർപ്രൈസ് പറഞ്ഞാൽ അങ്ങനെയല്ല ഗൈസ്, എന്താണ് അതിന്റെ റിയാക്ഷൻ എന്നും കൂടെ എനിക്ക് അറിയില്ല. അപ്പൊ എന്തായാലും ഞങ്ങൾ വിചാരിച്ചു ഒരു എന്താ പറയാ, ഞങ്ങൾ ഡെയിലി പോവാറുണ്ട്. അപ്പൊ പോണ പോലെ തന്നെ പോയിട്ട് ടെസ്റ്റ് കൊടുത്തിട്ട് എന്താണ് അവരുടെ റിയാക്ഷൻ നോക്കാൻ വിചാരിച്ചല്ലോ. അപ്പം എന്തായാലും ഞങ്ങളിതാ ഒക്കെ സെറ്റായിട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കണേ. അപ്പം ചിങ്കുടു പെണ്ണിതാ ഇന്ന് നേരത്തെ എണീറ്റല്ലോ. ഇന്ന് നേരത്തെ എണീറ്റിട്ട് ഇത്ര നേരം അട്ടഹാസമായിരുന്നു. കുഞ്ഞു ഹായ് പറടാ. ഇവിടെ ഇവിടെ നോക്ക്. ഹായ് പറ. ഗൈസ് എവിടെ നിന്ന് ഒരു പൊട്ടിനെയും തൂക്കി പിടിച്ചിട്ട് അത് പിടിച്ച് കളിക്കാണ്. അപ്പൊ എന്തായാലും ഇറങ്ങലോ പിന്നെ എന്താണ് മുരിങ്ങ എന്തോ വലിക്കണം പറഞ്ഞല്ലോ. അല്ല മുരിങ്ങക്കായ്. അതായത് ഇവിടെ ഞങ്ങൾ ഇരിക്കുന്ന വീട്ടിലെ 2 സൈഡും മുരിങ്ങ പറഞ്ഞിട്ട്. അപ്പൊ അവിടെ മുരിങ്ങ അത്യാവശ്യം നല്ലതിലോവേ നല്ല രീതിക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾ കൊണ്ടുവരണം. അപ്പൊ ഇപ്രാവശ്യം വന്നിട്ടുണ്ട്. ഒരുപാടുണ്ട്. അപ്പൊ പിന്നെ ഞങ്ങള് എന്തായാലും കൊടുക്കും. അപ്പൊ ഇപ്പൊ പിന്നെയും വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും അതും വലിച്ചിട്ട് നമുക്ക് നേരെ പോവാലോ. വാവച്ചിൻ്റെ അടുത്തില്ലേ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് വാവച്ചി നമുക്കൊരു റിയാക്ഷൻ പോലെ വീഡിയോ ഒക്കെ എടുക്കാന്ന് പറഞ്ഞപ്പോൾ തന്നെ വാവച്ചിൻ്റെ മുഖം ഇങ്ങനെ ഒരു എന്താ പറയുക ചളിക്കിട്ട് കൊടുക്കും. കഴിഞ്ഞ പ്രാവശ്യം ചിങ്കുവിൻ്റെ ആയ ടൈമിൽ ഞാനാ വിളിച്ച് പറഞ്ഞത്. അത് വിളിച്ചിട്ടാ പറഞ്ഞില്ലേ, വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു. അത് പിന്നെ ഫോണിലൂടെ ആയതുകൊണ്ട് വലിയ ഇതുണ്ടായിരുന്നില്ല. പക്ഷെ എന്താ പറയുക ഇത് നേരിട്ടാണ്. അപ്പൊ എന്താണ് അവസ്ഥ നോക്കാലോ. അപ്പൊ എന്തിപ്പോ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും നമുക്ക് അതിന്റെ റിയാക്ഷൻ എന്താണെന്ന് അറിയണം, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് ഇറങ്ങാം ഗൈസ്. അപ്പൊ മുരിങ്ങക്കായ് വലിക്കാൻ വേണ്ടി നിൽക്കണം കേട്ടോ. എന്താ ബേബി തോട്ടിയാണോ? ഇല്ല തോട്ടിയാണല്ലേ, മേലെയാണ് തോന്നുന്നു. ലാസ്റ്റ് കുറച്ച് മേലെ ഇത് കണ്ടോ ഈ സ്റ്റാൻഡെന്നറിയില്ല, അവിടെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അടിയിലാണ്. പിന്നെ അതുപോലെ തന്നെ കുറെ പിഞ്ച് വന്നിട്ടുണ്ട്. പിഞ്ചുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. നമ്മൾ കഴിഞ്ഞു എന്നാ വിചാരിച്ചത്, പക്ഷെ പിന്നെയും വന്നു ഗൈസ്. ഇതേപോലെ തന്നെ അപ്പുറത്തൊന്നുണ്ട്, അതിലുണ്ട് അത്യാവശ്യം. ഇതിപ്പോ ടെറസിന് മേലെ കയറിയാലും കിട്ടില്ല. അല്ല ഇത് ഇവിടെ തന്നെ വലിക്കുക, ഞാൻ തോട്ടി എടുത്തിട്ട് വരാം ഗൈസ്. അപ്പോൾ തണ്ട ഇവിടെ നിന്നുണ്ട് കേട്ടോ. അപ്പോൾ തോട്ടി പറഞ്ഞതാ ഇവിടെയാണ് തോട്ടി. അപ്പോൾ ഇവിടെ നിന്ന് അത്യാവശ്യം കുറച്ച് വലിക്കുക, പിന്നെയൊക്കെ അവിടെയാണ് കേട്ടോ. അപ്പോൾ ആവശ്യം ഞങ്ങളും താഴെയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് പറ്റുന്ന വലിച്ചിട്ട് താഴത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അതാ അവിടെ ഒരാൾ ഇവിടെ നിന്ന് കിട്ടണ ഇവിടെ നിന്ന് വലിച്ചിട്ട് വരാണ്ടേ. കണ്ടതാ ഇവിടെ നിന്നൊക്കെ അടുത്താണ് ഗൈസ്. കണ്ട ഗൈസ്. അപ്പം അങ്ങനെ ബേബി തോട്ടിയായിട്ട് താഴെ വന്നു. ഇവിടെ ഒരു ലോഡ് ഉണ്ടാ, ഇവിടെ നിറയുണ്ട്. ഇതണ്ടാ, ഇതൊന്നും കണ്ടിട്ടേ ഇല്ല കേട്ടാ. കണ്ടാണെങ്കിൽ എപ്പോഴോ വലിച്ചിട്ടുണ്ടോ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഡാഡയാണ് വലിക്കുന്നത്, എന്നിട്ട് കുട്ടിയാണ് അപ്പോ പറയണേ. അതിനാണ് അപ്പോ പറയണേ. അതറ വേലി ഇതാ അതാടാ. അവിടെ നോക്കി കാണില്ല.
ഈ ഒരുപാട് മേലെ ആകുമ്പോഴാണ് പ്രശ്നല്ലേ. അതെ. പിന്നെ അതുപോലെ ആരും വലിക്കാതിരുന്നു പറഞ്ഞാൽ പിന്നെ വെറുതെ കേട് വന്ന് പോവില്ലേ. അതത്ര ഉള്ളണെങ്കിൽ പോവും. അതാണ് പ്രശ്നം. കൊമ്പ് പൊട്ടി. പൊന്നേ തോട്ടിയും കൊണ്ടൊക്കെ വിട്ട് വേവ് ചാടണിട്ട് കഴിഞ്ഞു. കത്തിയിൽ കഴിഞ്ഞു ഗൈസ്. അപ്പോൾ മേലെന്നും കുറച്ച് കിട്ടി, ഇവിടെ നിന്ന് കുറച്ച് കിട്ടി. ഞാൻ വിചാരിച്ചില്ലേ അമ്മയ്ക്ക് കൊടുക്കാനേ കറക്റ്റായിട്ട് ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷെ അത്യാവശ്യം നിറയുണ്ടല്ലോ ഗൈസ്. ഇതാ ഇത്രയും കിട്ടിയിട്ടാ. ഇത്രയും കിട്ടിയിട്ടാ. ഇവിടുത്തെ വലിയ വലിയ കായാട്ടാ അല്ലേ. ഒരു മീഡിയം നമുക്ക് കാണുമ്പോ മൂത്തതാണെന്ന് വിചാരിക്കുക. പക്ഷെ അല്ല, ഞങ്ങൾ അതുപോലെ കുറച്ച് കറക്റ്റ് ആണ് മുമ്പ് വലിക്കുന്ന സമയത്ത് വിചാരിച്ചിട്ട് വെച്ചു. പക്ഷെ മൂപ്പൊന്നുമില്ല. ഇനി അത് മൂപ്പാവാനുണ്ടല്ലോ. അപ്പൊ നല്ല വണ്ണം വയ്ക്കും. അപ്പൊ ഇത്രയും ഉള്ളത് കൊണ്ട് ഇവിടേക്ക് കുറച്ച് അവിടേക്ക് കുറച്ച്. ഇവിടെ കുറച്ച് മാറ്റും. ഞങ്ങൾ പിന്നെ അധികം ഞങ്ങൾക്ക് ആവശ്യമില്ല, അവിടേക്ക് കൂടുതൽ ആവശ്യമുള്ളൂ അല്ലേ ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടാ, വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇതാ ചിങ്കുട് ഇതാ ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. ഇവിടെ ആൾ ഇങ്ങനെ മിണ്ടാതിരുന്നുള്ളൂ. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി, കാരണം ഞങ്ങൾ കണ്ടിന്യൂ കാറായിരുന്നില്ലല്ലോ. പിന്നെ ബൈക്ക് വാങ്ങി സെറ്റ് ആയി. പിന്നെ ചിങ്കുട് ബൈക്ക് നല്ല ഇഷ്ടമാണ്, ഇവിടെ തന്നെ ഇരിക്കുള്ളൂ ഗൈസ്. അപ്പോൾ ഇതാ വാവച്ചില്ലേ കുറച്ച് ഇങ്ങനെ തലകറക്കം കൊണ്ട് ഇങ്ങനെ നടക്കുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് എൻ്റെ അടുത്ത് പറയണേ ഇടയ്ക്ക് ബാഗിൽ ഉണ്ടാകും നോക്കിയിട്ടാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. എന്തായാലും വീട്ടായിട്ട് എന്തായിരിക്കുന്ന ഒരു ഇതുണ്ട്, ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പോൾ എന്തായാലും പോയി നോക്കാമല്ലോ. വാവച്ചിക്ക് ചമ്മല്. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം ഗൈസ്. അപ്പം ഞങ്ങളൊരു ബേക്കറിയിൽ നിർത്തിയിട്ടോ. അതെ, കുറച്ച് സ്വീറ്റ്സ് മേടിച്ചിട്ടുണ്ട്. സ്വീറ്റ്സ് എന്തായാലും പറയാൻ പോവല്ലേ. അല്ല ഇനിയിപ്പോൾ അതും കൂടെ വേണ്ട. അല്ല, ഇവിടെ ആയിരിക്കും അറിയേണ്ടതുകൊണ്ട് മെല്ലെ സംസാരിക്കുന്നു. പക്ഷേ ഈ ഒരു സ്വീറ്റ്സ് മേടിക്കാനുള്ളൊരു കാരണമുണ്ട്. അതെന്ത് സ്വീറ്റ്സ് ആണെന്ന് മേടിക്കുമ്പോൾ അറിയും. അതറിയുന്നവർക്ക് അറിയില്ലേ? അറിയണവർക്ക് അറിയും. അതെന്താണ് നിങ്ങൾക്കും പറഞ്ഞു കേട്ടോ. ഇത്ര ലഡു മേടിച്ച് 10 വേണം. മഞ്ഞ ഗൈസ്. അപ്പോൾ ബേബി ലഡു ആണ് കേട്ടോ മേടിക്കാൻ പോണേ. ലഡുവിനൊരു സ്റ്റോറി ഉണ്ടല്ലേ ബേബി? ഏത് ലഡു ബേബി? മഞ്ഞ നമ്മൾ നോർമൽ ലഡു, അതാണ് നല്ലത് ഗൈസ്. അപ്പോൾ അതാ ലഡു ആയിട്ട് ബേബി പോവാണ് കേട്ടോ. ബേബി ലഡുവിൻ്റെ സ്റ്റോറി ഒന്ന് പറയൂ. ലഡുവിൻ്റെ സ്റ്റോറി വന്നിട്ട്, അതായത് ഇവിടെ വീട്ടിൽ കാടൂര് വന്നിട്ട് അമ്മ ഒരു സ്ഥലം എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴൊന്നും കേട്ടോ, അത് ഏകദേശം 2-3 വർഷമല്ലോ സ്ഥലം എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ഥലം എടുത്തിട്ട് അച്ഛൻ നടന്ന് എല്ലാവർക്കും ലഡു കൊടുത്തു. ഞാൻ എടുത്തു തന്നു പറഞ്ഞിട്ടില്ലേ, ഞാൻ എടുത്തു തന്നു. സ്ഥലം ബേബി എടുത്തു തന്നു, ലഡു വിതരണം അച്ഛൻ ചെയ്തു. ചെയ്തു, അവിടെ മൊത്തം ചെയ്തിട്ട്. അതായത് സംഭവം ഉണ്ടാക്കി പറയാനുള്ള പൊതുവെ ആൾക്കാരുടെ ബന്ധമില്ലാത്ത അവിടേക്ക് കൊണ്ട് കൊടുത്തു എന്നുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഈ സംഭവം കാണുന്നവർക്ക് അറിയാം. അതായത് എല്ലാവരും വിചാരിക്കും നമ്മൾ ഓരോരോ സംഭവങ്ങൾ ചെയ്യുമ്പോൾ ലഡു കൊടുക്കുന്ന ഒരു ബേസ് ആണല്ലോ അത് പറയുന്നു. അതെ. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇതിന് ലഡു കൊടുക്കാൻ വിചാരിച്ചു. അല്ല, ഞങ്ങൾ എന്തായാലും അത് ഇതായിട്ട് പറഞ്ഞിട്ട് ഇത് വേറൊരു രീതിയിലാക്കാനുള്ള വീഡിയോ. എന്നാലും നമ്മളൊരു കുറച്ച് പേരൻസിന്റെ റിയാക്ഷൻ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും വേഗം പോവാ. കണ്ടുപോയില്ലേ? ചൂടല്ല എവിടെ ഉണ്ട്. താങ്ക് യു. ആളെ തന്നെ അല്ല എന്നെ സുന്ദരി പറയാണ്. ഇതാ നിങ്ങളുടെ ലഡു വേണം. ലഡു കഴിക്കില്ല നീ? പിന്നെ ലഡു എന്തിനാ മേടിക്കുന്നത്? കളിക്ക് ലഡു വിതരണം. കുട്ടിന്റെ കയ്യിൽ കൊടുത്ത് മേടിക്കത് 2 എണ്ണം. അച്ഛാ അത് മേടിക്കച്ചാ, അങ്ങനെ വായിലിടും. മേടിച്ചോളൂ മേടിച്ചോളൂ. അത് മേടിക്ക്. അമ്മ തരും, അമ്മൂമ്മ തരുമ്പോ
ഒന്നൊന്നും പോരാ. അല്ല ഞാനാ പറയാൻ പറഞ്ഞു. എന്റെ അടുത്ത് പറയണ്ട പറഞ്ഞത്. ലഡു തിന്നുമ്പോ എന്തിനാണ് ചോദിക്കണ്ടേ? അല്ല അമ്മയ്ക്കില്ല ലഡു ഓപ്പൺ ചെയ്ത് ഡൗട്ട് ഉണ്ടായിരുന്നു. ചേച്ചിക്കും ഡൗട്ട് ഉണ്ടായിരുന്നു എന്തോ ഒരു കാര്യം. അതല്ല അമ്മ കൊടുത്തത് അവിടെ തന്നെ. വീട്ടിലെ ചമ്മലായിട്ട് അമ്മയ്ക്ക് എന്താ പറയാനുള്ളത് അമ്മ? അമ്മ അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? അമ്മന്റെ പോകുന്നു. അതല്ല ഗൈസ്. അപ്പോൾ വീട്ടിലൊക്കെ പോയിട്ട് ഞങ്ങൾ തിരിച്ച് വീടെത്തിയില്ലോ. ഞങ്ങൾ അവിടെ പോയി ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കട്ടോ. അപ്പോൾ കുറച്ച് നേരം ഇരുന്ന് എല്ലാം സംസാരിച്ച് കഴിഞ്ഞ് ഞങ്ങളതാ തിരിച്ച് വീടെത്തി. ചിങ്കുടും അതാ വരുന്ന വഴി ഉറങ്ങി ഗൈസ്. നല്ല ഉറക്കമാണ് ചിങ്കുടു. അപ്പോൾ വീട്ടിൽ പോയി പറഞ്ഞ സമയത്ത് എന്താണ് എല്ലാവർക്കും നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. പക്ഷേ എന്താ സംഭവിച്ച് ചിങ്കുടുവിൻ്റെ ഒരു കാര്യത്തിലല്ലേ, ചിങ്കുടുവിന് ഇത്രയല്ലേ ആയിട്ടുള്ളൂ എന്നുള്ളൊരു ഇതുണ്ടെങ്കിൽ, പക്ഷെ അതുകൊണ്ട് നമുക്കിപ്പോൾ ഒരാൾ വന്നു എന്ന് വെച്ചിട്ട് നമുക്കത് വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. നമുക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഇതാവുന്ന സമയത്ത് ഓക്കെ നമുക്ക് അങ്ങനെ ചിന്തിക്കാമല്ലോ. ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുണ്ടായ സംഭവം. സത്യം ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾ കഴിഞ്ഞൂരി പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ പ്ലാനഡ് ഒന്നും ആയിരുന്നില്ല. പക്ഷെ എന്നാലും നമുക്കൊന്ന് വരുന്ന സമയത്ത് ഞങ്ങൾക്കത് വേണ്ടാന്ന് വെക്കാനുള്ളൊരു ഇതില്ലല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ കേസ്. അപ്പോൾ എന്തായാലും അമ്മയായിരുന്നു ബിറ്റ്. അമ്മയ്ക്കില്ലേ അമ്മേൻ്റെ അടുത്ത് ഓൾറെഡി എന്താണ് മെൻസസ് ആയി എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് ലഡു കൊടുക്കുമ്പോൾ സമയത്ത് അതിൽ ശ്രദ്ധിച്ചറിയാം അമ്മ എന്താണിത്, എന്തോ ഒരു ഡൗട്ട് ഉണ്ട്, അമ്മയ്ക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. പക്ഷെ ഇവിടെ ആലോചിക്കുമ്പോൾ അമ്മയ്ക്ക് കാരണം ഇത്രയല്ലേ ആയിട്ടുള്ളൂ. ഇപ്പോൾ ഫീഡ് ചെയ്യണമെങ്കിലും രണ്ടുപേർക്കും കൂടെ ചെയ്യേണ്ടി വരും അല്ലേ. അതിൻ്റെ ഒരു തമ്മ പറഞ്ഞു. ബാക്കിയൊന്നും കുഴപ്പമില്ല കേട്ടാ. പിന്നെ എന്താ പറയുക, പിന്നെ ചിങ്കുടൂൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചിങ്കുടൂന് ഏകദേശം ഒരു 2 വയസ്സ് അങ്ങനെയൊക്കെ ആകുമ്പോഴായിരിക്കും ഒരാൾ വരുന്നത്. അപ്പോൾ ചിങ്കുടൂനും ശരിക്കും ഒരു കൂട്ടാണ് അല്ലേ അവർ. ചിങ്കുടൂനും ഒരു തുണയായിട്ട് അവർ രണ്ടുപേരും അങ്ങനെ പോയിക്കോളും. അപ്പോൾ അതാണ് ഞങ്ങളും വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഗൈസ് കുഴപ്പമില്ല, അങ്ങനെ അടിപൊളിയായിട്ട് പോട്ടെ എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. വായിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് അതിൻ്റെ സിംറ്റംസ് ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ. കഴിഞ്ഞത് വെച്ചല്ല, നല്ല മാറ്റമുണ്ട്. കഴിഞ്ഞതിൽ വേറെ ടൈപ്പായിരുന്നു, ഇപ്രാവശ്യം വേറെ ടൈപ്പാണ്. പറഞ്ഞുതരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വായിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. അപ്പോൾ അതെന്താന്നൊക്കെ ഇങ്ങനെ തുടർന്ന് വരുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഓരോരോ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും റിയാക്ഷൻ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ.